എന്താടി വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഞാൻ കുളിക്കായിരുന്നു. കുളിക്കായിരുന്നു. എന്ത് കുളി? ഈ കുളിച്ചിട്ട് എന്താ കാനാ? കാക്ക കുളിച്ചാ പൊക്കാവില്ല. ഈ എങ്ങനെ കുളിച്ചാലും ഇങ്ങനെ മനസ്സിലായ? പിന്നെ ഈ പറഞ്ഞ എന്ത്? അന്റെ വാപ്പാട് ഞാൻ പറയാൻ പറഞ്ഞ ഈ പറഞ്ഞ? എന്റെ വാപ്പാട് പറഞ്ഞ എന്ത് പറഞ്ഞ? ചിക്കിളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ, അവിടെ അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പാടാണ്. ഒരുപാട് കഷ്ടപ്പാടാണ്. ഇപ്പൊ എനിക്ക് ചോദിക്കാൻ പറ്റൂല. ഇതൊന്നല്ലല്ലോ അന്ന് വന്ന് പറഞ്ഞ് അത് തരാം ഇത് തരാം മറ്റേ തരാം മറിച്ച് തരാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇപ്പൊ ഒഴിഞ്ഞു മാറാ. വീട്ടില് ഭയങ്കര കഷ്ടപ്പാടാണ്. ഉള്ളതൊക്കെ നുള്ളി പറക്കി വിറ്റിട്ടൊക്കെയാണ് നിങ്ങൾക്ക് എന്നെ കെട്ടിച്ചു തന്നിട്ടുള്ളത്. ഇനി അവിടെ ഒന്നും കൊടുക്കാൻ ബാക്കിയില്ല. അന്ന് വന്ന് പറഞ്ഞത് ഞാൻ അത് തരും ഇത് തരും മറ്റു തരും മറിച്ച് തരും എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒന്നും തരാണ്ട് ആളെ ഇതാക്കണം. അവിടെ ഇപ്പൊ ഭയങ്കര കഷ്ടപ്പാടാ. എനിക്ക് ചോദിക്കാൻ പറ്റൂല. നിനക്ക് തരാനുള്ളൊക്കെ തന്നില്ലേ? ഒരു കാര്യം ചെയ്യേ, അന്റെ വാപ്പാടെ ലോൺ എടുത്തിട്ട് തരാൻ പറയും. അത് കിട്ടുമല്ലോ. എന്നെ കെട്ടിയതേ നിങ്ങളാണ്. എന്നെ നോക്കേണ്ടതേ നിങ്ങളുടെ കടമയാണ്. അതിന് ലോൺ എടുത്ത് തരേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. കടമേ ഇങ്ങനെ ഒന്നും തരാണ്ട് വെച്ചില്ല. അനാഥാലയത്തിൽ പോയി കിട്ടിയിരുന്നല്ലോ. എന്തിനും തന്നെ കിട്ടിയത് വലിയ കാര്യം? എന്ത് കാര്യമുണ്ട്? പറയേ. ഒന്നും തരാണ്ട് നോക്കാൻ പറ്റിയ സാധനം ഇത്രയും കാര്യം അന്നെ നോക്കിയതേ എന്റെ അവതാരമായിട്ട് കണക്കാക്കിയ മതി ട്ടാ. എന്റെ അവതാരമായിട്ട് കണക്കാക്കിയ മതി. എടി നീ എന്നെ തല്ലിയില്ലേ? തള്ളിട്ടില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചേ? 4 ഊള ഡയലോഗ് അടിച്ചിട്ട് തല്ലാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മുന്നിൽ പേടിച്ചു പോകുന്നതാണോ? അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കൂട്ടത്തിലേ എന്നെ കൂട്ടണ്ട. നിങ്ങൾ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയുള്ള ആളല്ല കേട്ടാ. ഈ പീറ വാക്ക് കേട്ടിട്ട് ഒരു കഷ്ണം കയറിൽ അവസാനിപ്പിക്കാനുള്ളതല്ല എന്റെ ജീവിതം. എനിക്ക് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം ഇവരൊക്കെ തന്നിട്ട് തന്നെയാണ് എന്റെ വീട്ടുകാരൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നിട്ടുള്ളത്. ഇനി നിങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. 2 കൈ നീട്ടി സ്വീകരിക്കാനേ എന്റെ വീട്ടിൽ എന്റെ വീട്ടുകാരെ എന്റെ ഉമ്മയും വാപ്പയും കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കെതിരെ ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, ബോഡി ഷെയ്മിങ്, കൊലപാതക ശ്രമം എല്ലാത്തിനും ഞാൻ കേസ് കൊടുത്തിട്ട് നിങ്ങളെ ഞാൻ കോടതിയിൽ വെച്ച് കാണാം. നമുക്ക് നിങ്ങളെ ഞാൻ ജയിലിൽ അടക്കും. നോക്കിക്കോ. ഇനി ഒരിക്കലും ഒരു ഉത്തരയും വിസ്മയും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടാ. ഗുഡ് ബൈ. പോടോ.